കണ്ണൂരിലെ അഭ്യൂഹങ്ങൾക്ക് ഈ നിമിഷം ഒരു വിരാമമായിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരൻ കണ്ണൂർ ടൗണിൽ മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ഇടയുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ കാര്യങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുകയാണ്. അദ്ദേഹം നേരെ പോകുന്നത് രാഹുൽ ഗാന്ധിയെ കാണുവാനാണ്. ഈ ഒരു കൂടിക്കാഴ്ച നിർണായകമാണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്താണ് രാഹുൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് രാഹുലിന്റെ അഭിപ്രായം? അല്ല, സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ സുധാകരൻ പറഞ്ഞിരുന്നു എനിക്ക് മത്സരിക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കനകൂലിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എം പിമാർ ആരും മത്സരിക്കേണ്ടതില്ല. കാരണം എം പിമാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ണൂരല്ല, കേരളത്തിലെ ഏത് സംസ്ഥാനത്താണെങ്കിലും എം പിമാർ വളരെ കഷ്ടപ്പെട്ടാണ് എം പിമാരെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പം എം പിമാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവരൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആരെ മത്സരിപ്പിക്കുക? അതായത് ഇപ്പോൾ അവർ MLA ആയിട്ട് വിജയിച്ചു പോയി, പിന്നീട് അടുത്ത ആളെ മത്സരിക്കുന്ന സമയത്ത് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എം പിക്ക് ഉണ്ടെങ്കിൽ മാത്രം മത്സരിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ കനകോലിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എം പിമാർ ആരും മത്സരിക്കേണ്ട എന്നുള്ള ഒരു പൊതുധാരണയിലേക്ക് എത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും എം പിമാരെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല. പിന്നീടുള്ളത് നിലവിലുള്ള MLA മാരെയാണ്. നിലവിലുള്ള MLA മാരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സുധാകരനെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതലും ഇപ്പോൾ ചർച്ചകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം CPM-നെ സംബന്ധിച്ച് കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കണ്ണൂർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തളിപ്പറമ്പിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളുള്ളത്. അതേപോലെ തന്നെ പയ്യന്നൂരാണെങ്കിലും വലിയ വിഷയങ്ങളുണ്ട്. തളിപ്പറമ്പ് കണ്ണൂരിൻ്റെ തന്നെ പല ഭാഗങ്ങളിലേക്കും വലിയ വിഷയങ്ങളിലൂടെയാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ണൂരിൽ എനിക്ക് മത്സരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടുവരുന്ന നേതാവാണ് സുധാകരൻ എന്ന് പറയുന്നത്. സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം, കണ്ണൂരിന്റെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു മുഖം, കോൺഗ്രസിന്റെ ഒരു ലീഡർ. അത് സുധാകരന്റെ മുഖം തന്നെയാണ് ആദ്യം ഓടി വരുന്നത്. ഇപ്പോൾ സുധാകരനെ പലരും ബോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് സുധാകരനെ കോൺഗ്രസ് പാർട്ടിയിലെ യുവജനതയാണെങ്കിൽ പോലും അഡ്രസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ ആണല്ലോ. അദ്ദേഹം യൂത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന മാത്രം പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് വൈകാരികപരമായിട്ട് തൊടാൻ കഴിയുന്ന ഒരു പ്രശ്നം വരികയാണ്. നമുക്കറിയാം, സുധാകരൻ ഒരു പ്രശ്നം വരികയാണെങ്കിൽ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതെ, കഴിഞ്ഞ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പുറകിലൂടെ നിരവധി നേതാക്കളാണ്, നിരവധി അണികളാണ്, നിരവധി ജനങ്ങളാണ് അവിടേക്ക് ഒഴുകി വരുന്നത്. ഒരു നേതാവ് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എന്തിനാണ് ഇത്രയും ആളുകൾ ഓടി വരുന്നത്? അതാണ് സുധാകരൻ എന്ന് പറയുന്ന ഒരു വികാരം. സുധാകരനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം എനിക്ക് കണ്ണൂരിൽ മത്സരിക്കണം, MLA ആകണം എന്നുള്ളത്. കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ, അതായത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നുള്ള പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും നിയമസഭയിൽ ഉണ്ടാകണം, മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ടാകാം. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പറയുന്നു. പാർട്ടി അത് കേൾക്കേണ്ടതാണ്. സുധാകരൻ്റെ പാർട്ടി കേൾക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം മറ്റൊന്ന്, കണ്ണൂർ രാഷ്ട്രീയം മറ്റൊന്ന്, അങ്ങനെ വേണമെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയം വേറെയാണ്, കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ്. അത്തരത്തിലാണ് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്, കേരള രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരാളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരൻ തന്നെ ആകണമെന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ജീവൻ കൊടുത്ത് തൻ്റെ കൂടെ നിന്നുള്ള എത്ര പേരാണെന്നറിയാമോ മരണപ്പെട്ടു പോയത്? ഷുഹൈബ് ആണെങ്കിലും അങ്ങനെ എത്ര പേര്. ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം പോലും ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് അവിടെ പാർട്ടി പടുത്തുയർത്തിയത്. അദ്ദേഹം കൂടെ നടന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കരയുന്നൊരു വീഡിയോ, അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് കൂടുതലും കളിയാക്കി, മോങ്ങൽ തുടങ്ങി, മോങ്ങൽ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ കളിയാക്കി കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്നതാണ് ഗർ എന്ന്. അപ്പോൾ അദ്ദേഹത്തെ സിംഹത്തെ പോലെയാണ് പലരും ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ സിംഹം, ഗർജിക്കുന്ന സിംഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കരയുന്ന കണ്ടുകൊണ്ട് ഗർ ഇരുന്ന് മോങ്ങുന്നു, ഗർ കരയുന്നു, സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഗർ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹം ആ സമയത്ത് വികാരധീരനായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. സുധാകരനൊരു പ്രശ്നം വരുമ്പോൾ വികാരപരമായിട്ട് നേരിടുന്ന ആളുകളാണ് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി തന്നെ, കോൺഗ്രസ് നേതൃത്വം തന്നെ.
ഇത്രയും കാലം പാർട്ടി കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയിൽ ഈ ഒരു യുവജനത വളർന്നു വരുന്നുണ്ട്. ആ യുവജനതയിൽ ശക്തമായിട്ട് കൊല്ലാൻ വരുന്നവരെ നേരിടാനും തല്ലാൻ വരുന്നവരെ നേരിടാനും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു തലമുറ, അത് കണ്ണൂരിൽ നിന്നുമാണ് വളർന്നു വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്രയും ശക്തമായിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ സുധാകരന് ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ 1000 പേരുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ഇപ്പോൾ സുധാകരനെ കൃത്യമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കാതെ അദ്ദേഹം നേരെ ഡൽഹിക്ക് വിട്ടു എന്ന് പറഞ്ഞുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടും അദ്ദേഹം അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ചലന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി അദ്ദേഹം വയസ്സായാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ കഴിയത്തില്ലെങ്കിലും സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ, ആ ഒറ്റ പേര് മതി, ആ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം പടുത്തുയർത്തിയിട്ടൊരു പടയുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയിട്ടൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് 1 2 പേരുമല്ല, 1000 പേർ. അത് കേരളത്തിലെ തന്നെ അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അദ്ദേഹത്തിനെ അറിയാത്തൊരു യുവാക്കൾ പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന ഒറ്റ പേര് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന 1000 പേരുണ്ട്. ഇവരെല്ലാം ചോദ്യമായിട്ട് വരും. അവിടെയാണ് സുധാകരൻ എന്ന് പറയുന്ന നേതാവ് മറ്റുള്ള നേതാക്കന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായത്. ജീവൻ കൊടുത്തും പാർട്ടിയെ സംരക്ഷിച്ചു, പാർട്ടിയെയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം പല പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു പാർട്ടിയിലേക്ക്. അതായത് പാർട്ടി ഒരു കേഡർ സംവിധാനത്തിലേക്ക് ആക്കാൻ വേണ്ടി. പക്ഷെ അതായില്ല. CUC പോലുള്ള ചെറിയ ചെറിയ കമ്മിറ്റികൾ, അതായത് നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏരിയ കമ്മിറ്റിയോ അങ്ങനെയുള്ള ഒരു കമ്മിറ്റികളും ഇല്ല. ആകെ ഉള്ളത് ഇലക്ഷൻ വരുമ്പോൾ വരുന്നൊരു ബൂത്ത് കമ്മിറ്റി മാത്രമാണ്. പിന്നെ ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ചെറിയ ചെറിയ കമ്മിറ്റികൾ വേണം. എങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും കൂടുതൽ ആളുകളെ കൊണ്ടുവരാനും ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി പോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു CUC കമ്മിറ്റി വേണമെന്ന് അദ്ദേഹമാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നോക്കിയെന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തു തന്നെയാണെങ്കിലും സുധാകരൻ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ അത് വലിയൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. കൃത്യമായിട്ടൊരു ചിത്രം ഇന്ന് എന്തായാലും നമുക്കറിയാൻ കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേടുന്ന ഒരു ദിവസമാണ്. മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. എന്താണെങ്കിലും പാർട്ടിയിൽ ശക്തമായിട്ടൊരു നേതൃനിര ഉണ്ട് എന്നതിൽ അഭിമാനിക്കാം. ആ നേതൃനിര ആർക്ക് വേണ്ടി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ സുധാകരൻ എന്തായാണെങ്കിലും ഈ നിയമസഭാ മത്സരത്തിൽ പാർട്ടിയുടെ എല്ലാ ചലനങ്ങളെ അല്ലെങ്കിൽ കനകോലിൻ്റെ ഈ റിപ്പോർട്ടുകളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ചിലപ്പോൾ മത്സരിച്ചേക്കാം.